ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, ഉണ്ണിയേശുവിനെ വരവേൽക്കാൻ ഏറെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന നമുക്ക് ഇന്ന് പരിശുദ്ധ അമ്മയെക്കുറിച്ച് ഒന്ന് ചിന്തിക്കാം. ഈശോയോട് ചേർന്നിരിക്കുന്നവർക്ക് നല്ല അനുഗ്രഹങ്ങൾ കിട്ടുമെന്ന് ചെറുപ്പം മുതൽ നാം കേട്ടുവരുന്ന കാര്യമാണ്. എന്നാൽ മാതാവിൻ്റെ ജീവിതത്തിലേക്ക് വരുമ്പോൾ കുറേയേറെ സ്ഥലങ്ങളിൽ ഇവയെല്ലാം നിഷേധിക്കപ്പെടുകയാണ്. പച്ചയായി ജീവിത യാഥാർത്ഥ്യങ്ങളുടെ മുൻപിൽ യാതൊരു അത്ഭുതവും ദൈവം പ്രവർത്തിക്കുന്നില്ല. ഗബ്രിയേൽ ദേവദൂതന്റെ സന്ദേശത്തിന് ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞപ്പോൾ മുതൽ തുടങ്ങിയതാണ് അമ്മയുടെ സഹനയാത്ര. ഏറെ ആഗ്രഹത്തോടെ കാത്തിരുന്ന വിവാഹ ജീവിതം സംശയത്തിന്റെ നിഴലിലായി. തീർന്നില്ല, ഭർത്താവില്ലാതെ ഗർഭിണിയാകേണ്ടി വന്ന അവസ്ഥ. സമൂഹം വേശ്യയെന്ന് പറഞ്ഞ് കല്ലെറിയേണ്ട സാഹചര്യത്തിലൂടെ കടന്നുപോയവൾ. പിന്നെയോ തൻ്റെ കുഞ്ഞിനെ ഹെറോദോസിന്റെ വാൾമുനയിൽ നിന്ന് രക്ഷിക്കാൻ ഈജിപ്തിലേക്ക് നിറവയറുമായി പലായനം ചെയ്തവൾ. തൻ്റെ പൊന്നോമന മകനെ പ്രസവിക്കാനായി വീടുകൾ തോറും കയറിയിറങ്ങിയിട്ടും ഒരു സ്ഥലവും ലഭിക്കാതെ കാലിത്തൊഴുത്തിൽ പ്രസവിക്കേണ്ടി വന്നവൾ. ഏതൊരമ്മയ്ക്കും ആഗ്രഹം തൻ്റെ കുഞ്ഞിനെ നല്ല ശുശ്രൂഷ കിട്ടുന്ന സ്ഥലത്ത് അവരുടെ പരിപാലനയിൽ പ്രസവിക്കാനാണ്. എന്നാൽ അമ്മ ഈശോയെ പ്രസവിച്ചത് കാലിത്തൊഴുത്തിൽ. അമ്മയ്ക്ക് കൂട്ടായി ആ നിമിഷമുണ്ടായിരുന്നത് കുറെ കാലികളും കുഞ്ഞുങ്ങളും. അതോടൊപ്പം തൻ്റെ എല്ലാ സഹനത്തിലും ഒപ്പം നിൽക്കുന്ന തൻ്റെ ഭർത്താവായ യോസേപ്പും. പട്ടുപുതപ്പുകൾക്ക് പകരം കുഞ്ഞിനെ പുതപ്പിക്കാൻ കിട്ടിയത് കാലികൾ തിന്നുന്ന കച്ചുകൾ മാത്രം. തുടർന്ന് ജീവിതത്തിന്റെ പാതിവഴിയിൽ തൻ്റെ കൂടെ തണലായി നിന്ന ഭർത്താവായ യോസേപ്പിന്റെ മരണം. പിന്നീട് അങ്ങോട്ടുള്ള അവളുടെ യാത്ര ഒറ്റയ്ക്കാണ്. ഒരിക്കൽ അവൾ ആരോ പറഞ്ഞു കേൾക്കുന്നു തൻ്റെ മകന് ഭ്രാന്താണെന്ന്. ഹൃദയം പിളരുന്ന വേദനയോടെ തൻ്റെ മകനെ അന്വേഷിച്ച് അവൾ ഓടുകയാണ്. മകന്റെ അതികഠിനമായ പീഡാനുഭവ സമയത്ത് ഹൃദയം പൊട്ടി കരയാനേ അമ്മയ്ക്ക് കഴിഞ്ഞുള്ളൂ. അവസാനം പൊന്നോമന മകന്റെ നിശ്ചലമായ ശരീരം സ്വന്തം മടിയിൽ ഏറ്റുവാങ്ങേണ്ടി വന്നവൾ. ദൈവപുത്രനാണ് എന്ന് പറഞ്ഞ് ദൈവം തന്ന കുഞ്ഞാണ് ഇപ്പോൾ നിശ്ചലമായി തൻ്റെ മടിയിൽ കിടക്കുന്നത്. അവന്റെ പീഡാനുഭവ സമയത്തെല്ലാം അത് കണ്ടുകൊണ്ട് ദൈവഹിതത്തിന് ആമേൻ പറഞ്ഞ് ഹൃദയം പൊട്ടിക്കരയുന്ന അമ്മ. അമ്മയുടെ ജീവിതത്തിൽ ഒരിക്കലും ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്നതായി കണ്ടിട്ടില്ല. ഈ ലോകത്തിൽ മറ്റാരും അനുഭവിച്ചിട്ടില്ലാത്ത അത്ര സഹനമായിരുന്നു അവളുടെ സമ്മാനം. ഏറെ ആഗ്രഹത്തോടെ, സ്നേഹത്തോടെ, പ്രതീക്ഷയോടെ കാത്തിരുന്ന വിവാഹ ജീവിതം ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞപ്പോൾ മുതൽ ദൈവഹിതത്തിന് സമ്പൂർണമായി സമർപ്പിച്ചവൾ. തൻ്റെ ഇഷ്ടങ്ങൾ, താല്പര്യങ്ങൾ, മോഹങ്ങൾ, നേടാമായിരുന്ന വലിയ നേട്ടങ്ങൾ എല്ലാം അവൾ ദൈവഹിതത്തിനു മുൻപിൽ സമർപ്പിക്കുകയാണ്. എങ്കിലും അവൾ ദൈവഹിതത്തെ ചോദ്യം ചെയ്തില്ല. ദൈവമേ, എന്തുകൊണ്ട് ഇത് എനിക്ക് എന്ന് ചോദിച്ചില്ല. ദൈവമേ, ഇത് എന്നിൽ നിന്നും മാറിപ്പോകട്ടെ എന്നൊരിക്കലും അവൾ പ്രാർത്ഥിച്ചില്ല. എല്ലാം നിശബ്ദമായി സഹിച്ചു. ഈ അമ്മ നമുക്ക് മാതൃകയാകട്ടെ. അമ്മയോട് ചേർന്ന് നമുക്ക് ജീവിക്കാം. ജീവിതത്തിലെ ചെറുതും വലുതുമായ പ്രശ്നങ്ങളിൽ, പ്രയാസങ്ങളിൽ, സന്തോഷങ്ങളിൽ, ദുഃഖങ്ങളിൽ അമ്മയോട് ചേർന്നിരുന്നു കൊണ്ട് മരണം വരെ അമ്മയെപ്പോലെ
വിശ്വസ്തയായിരിക്കാൻ കൃപ തരണമേ എന്ന് അമ്മയോട് നമുക്ക് യാചിക്കാം. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം ഈ ക്രിസ്മസ് കാലം വിശുദ്ധമാക്കി തീർക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.